ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ പരാജയപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം അന്തിമരൂപം നൽകി. ബംഗാളിൽ 6 ലോക്സഭാ സീറ്റുകളിൽ സിപിഐഎം കോൺഗ്രസും പരസ്പരം മത്സരിക്കില്ല. തമിഴ്നാട്, മഹാരാഷ്ട്ര, ബീഹാർ, ഒഡീഷ സംസ്ഥാനങ്ങളിൽ സീറ്റ് വിഭജന ചർച്ചകൾ പുരോഗമിക്കുന്നതായും സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു. 2 ദിവസം നീണ്ട സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾക്ക് രൂപം നൽകി. സംസ്ഥാനങ്ങളിൽ 1-2 സീറ്റുകളിൽ മാത്രം സിപിഐഎം മത്സരിച്ച് ബാക്കി സ്ഥലങ്ങളിൽ ബിജെപിയെ തോൽപ്പിക്കാൻ പ്രചാരണം നടത്തുമെന്ന് സീതാറാം യെച്ചൂരി വ്യക്തമാക്കി. The contest is directly between BJP and the Congress. Wherever the CPIM and the left have its struggle basis, its areas of influence, there in 1 or 2 seats we may fight, but in the rest of the seats our call is to defeat the BJP. 7 സംസ്ഥാനങ്ങളിൽ സീറ്റ് ചർച്ചകൾ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ DMKയോടാണ് ചർച്ച. മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് 1 ലക്ഷത്തിലേറെ വോട്ട് നേടിയ ലോക്സഭാ മണ്ഡലങ്ങളായ ദിന്തോരിയിലോ പാൽഗാറിലോ മത്സരിക്കാൻ NCPയുമായി ചർച്ച നടത്തുന്നു. ലാലു പ്രസാദ് യാദവിന്റെ RJDയുമായി സഖ്യത്തിൽ ബീഹാറിലെ ഉജ്ജർപൂരിൽ മത്സരിക്കും. പശ്ചിമബംഗാളിൽ സിപിഐഎമ്മിന്റെ 2 സിറ്റിംഗ് സീറ്റിലും കോൺഗ്രസിന്റെ 4 സിറ്റിംഗ് സീറ്റുകളിലും പരസ്പരം മത്സരിക്കില്ല. ബാക്കി സീറ്റുകളിലെ മത്സരത്തെക്കുറിച്ച് ബംഗാളിലെ ലെഫ്റ്റ് ഫ്രണ്ട് ഈ മാസം 8-ന് യോഗം ചേർന്ന് തീരുമാനിക്കും. The Central Committee has decided that there are today 6 sitting seats which are neither BJP nor Trinamool in the Lok Sabha, existing sitting seats, where there are 4 of the Congress and 2 of the CPIM. So we have decided that in these 6 seats there should be no mutual contest. That is the message that we want to give to the people of Bengal, is that we maximize the pooling of anti-BJP, anti-Trinamool Congress votes. പുൽവാമ സ്ഫോടനത്തെ ബിജെപി രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്ന് സീതാറാം യെച്ചൂരി വിമർശിച്ചു. മോദിയുടെ കാശ്മീർ നയം പരാജയപ്പെട്ടെന്നും കേന്ദ്ര കമ്മിറ്റി ചൂണ്ടിക്കാട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഏറ്റവും നിർണായകമായ കേന്ദ്ര കമ്മിറ്റി യോഗമാണ് പൂർത്തിയായിരിക്കുന്നത്. ബിജെപിയെ തോൽപ്പിക്കുക എന്ന പ്രധാന ലക്ഷ്യത്തിൽ നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് പ്രവർത്തകർക്ക് സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം നിർദ്ദേശം നൽകിയത്. ബംഗാളിൽ പോലും ബിജെപി ഇതര തൃണമൂൽ ഇതര വോട്ടുകൾ സമാഹരിക്കുകയാണ് സിപിഐഎമ്മിന്റെ ലക്ഷ്യം. AKG ഭവനിൽ നിന്നും ക്യാമറമാൻ ഗോപി കടവല്ലൂരിനൊപ്പം സന്തോഷ് സർലിംഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സിപിഐയുടെ സ്ഥാനാർത്ഥി പട്ടികയായി. തിരുവനന്തപുരം മണ്ഡലത്തിൽ C. ദിവാകരൻ മത്സരിക്കും. മാവേലിക്കരയിൽ ചിറ്റേം ഗോപകുമാറും തൃശൂരിൽ രാജാജി മാത്യു തോമസും വയനാട്ടിൽ PP സുനീറും മത്സരിക്കുമെന്നാണ് ധാരണ. LDF സീറ്റ് വിഭജനത്തിന് ശേഷമായിരിക്കും സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി 2 സിറ്റിംഗ് MLAമാരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടികയ്ക്കാണ് തിരുവനന്തപുരത്ത് ചേർന്ന CPI സംസ്ഥാന കൌൺസിൽ അംഗീകാരം നൽകിയത്. 4 സീറ്റുകളിലേക്കാണ് CPI മത്സരിക്കുന്നത്. തിരുവനന്തപുരത്ത് മുൻ മന്ത്രിയും നെടുമങ്ങാട് MLAയുമായ C. ദിവാകരനെയാണ് CPI ഇത്തവണ രംഗത്തിറക്കുക. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റേതടക്കമുള്ള പേരുകൾ ജില്ലാ കമ്മിറ്റി മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം കാനം രാജേന്ദ്രൻ തള്ളിയ സാഹചര്യത്തിൽ കൂടിയാണ് C. ദിവാകരനെ സ്ഥാനാർത്ഥിയാക്കാൻ ധാരണയായത്. എനിക്ക് വെല്ലുവിളിയൊന്നുമില്ല. ഏത് വെല്ലുവിളിയായിട്ടും ഇവിടെ എന്നെ അവസാനമായി തീരുമാനിച്ചാൽ ഞാൻ മത്സരിക്കും, ഞാൻ ജയിക്കും. 3 ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള നിർദ്ദേശമാണ് മാവേലിക്കര മണ്ഡലത്തിൽ അടൂർ MLA ചിറ്റയം ഗോപകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. പാർട്ടി എന്താണോ തീരുമാനിക്കുന്നത്, പാർട്ടിയുടെ ഒരു ഉത്തരവാദിത്ത പ്രവർത്തനം നിലയിൽ പാർട്ടി തീരുമാനം നടപ്പിലാക്കും. തൃശൂരിൽ നിലവിലെ MP CN ജയദേവന്റെ അഭിപ്രായം കൂടി പരിഗണിച്ചാണ് രാജാജി മാത്യു തോമസിനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. ജനയുഗം എഡിറ്ററാണ് രാജാജി മാത്യു തോമസ്. 5-ാം തീയതി നാഷണൽ സെക്രട്ടേറിയറ്റ് ഉണ്ട്, 6-7 എക്സിക്യൂട്ടീവ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫോർമലായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. 42 വർഷമായിട്ട് മാനസികമായിട്ട് നമ്മൾ തയ്യാറ് തന്നെ എന്തിനും. പാർലമെന്ററി രംഗത്ത് ആദ്യമല്ലല്ലോ, അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വയനാട് PP സുനീറിനെയും കാര്യമായ എതിർപ്പുകൾ കൂടാതെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. തീർച്ചയായും പാർട്ടി ചുമതല ഏൽപ്പിച്ചാൽ ആ ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റാൻ കഴിയും. വയനാട് സീറ്റ് വിജയിച്ചു വരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും വലിയ മുന്നേറ്റം LDFിനുണ്ടായി വന്ന ഒരു കാലഘട്ടവും പൊതുരാഷ്ട്രീയ രംഗത്തുള്ള സ്വീകാര്യതയും ഇടതുപക്ഷത്തെ വിജയിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. LDFിലെ സീറ്റ് വിഭജനം പൂർത്തിയായ ശേഷം മാത്രമായിരിക്കും സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗ്രൂപ്പ് തർക്കം രൂക്ഷമായതോടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കാതെ KPCC തെരഞ്ഞെടുപ്പ് സമിതി യോഗം പിരിഞ്ഞു. സമിതി അംഗങ്ങളുമായി വ്യക്തിപരമായി കൂടിക്കാഴ്ച നടത്തിയ നേതാക്കൾ അവരിൽ നിന്നും അഭിപ്രായങ്ങൾ തേടി. സ്ഥാനാർത്ഥികളുടെ പരിഗണനാ പട്ടികയിൽ നിന്ന് സിറ്റിംഗ് MPയെ ഒഴിവാക്കിയ പത്തനംതിട്ട DCCക്കെതിരെ യോഗത്തിൽ വിമർശനമുയർന്നു.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുവാൻ യോഗം ചേരുന്നതിനു മുന്നേ തന്നെ AI ഗ്രൂപ്പുകൾ രഹസ്യയോഗം ചേർന്നിരുന്നു. സാധാരണഗതിയിൽ മുതിർന്ന നേതാക്കൾ രംഗത്തുവരില്ലെങ്കിലും ഇന്നലെ രമേശ് ചെന്നിത്തലയുടെ ഔദ്യോഗിക വസതിയിൽ കെ മുരളീധരനും കെ സുധാകരനും ഉൾപ്പെടെയുള്ള ഐ ഗ്രൂപ്പ് നേതാക്കൾ രഹസ്യയോഗം ചേർന്നു. ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം മതി കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയമെന്ന AI ഗ്രൂപ്പുകൾ നിലപാടെടുത്തതോടെ ഇന്ന് ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. ഓരോ മണ്ഡലങ്ങളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളുടെ പാനൽ DCCകൾ KPCCക്ക് സമർപ്പിച്ചിരുന്നുവെങ്കിലും യോഗം അത് ചർച്ചയ്ക്കെടുത്തില്ല. പൊതുചർച്ചയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങളെ മുകുൾ വാസ്നിക്, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, രമേശ് ചെന്നിത്തല എന്നിവർ ചേർന്ന് ഒറ്റയ്ക്ക് കണ്ടു അഭിപ്രായങ്ങൾ ആരാഞ്ഞു. ശേഷം ഈ ആഴ്ച തന്നെ സ്ഥാനാർത്ഥി പട്ടിക ഹൈക്കമാൻഡിന് നൽകാൻ കഴിയുമെന്ന് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് മാധ്യമങ്ങളോട് പറഞ്ഞു. Today we have not arrived at any conclusions, but the process has begun. Very soon, after we are able to get the recommendations from the Pradesh Election Committee, further action for selecting the candidates will be taken. സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് സിറ്റിംഗ് MP ആന്റോ ആന്റണിയെ ഒഴിവാക്കിയ പത്തനംതിട്ട DCCയുടെ നടപടിക്കെതിരെ യോഗത്തിൽ വിമർശനമുയർന്നു. അനാവശ്യ വിവാദങ്ങൾ പാടില്ലെന്നും സമിതി നിർദ്ദേശിച്ചു. 3 പേരുടെ വീതം പട്ടിക നൽകാനായിരുന്നു നേതൃത്വത്തിന്റെ നിർദ്ദേശമെങ്കിലും തൃശൂർ, ചാലക്കുടി, ആലത്തൂർ മണ്ഡലങ്ങളിലേക്ക് 1/2 ഡസനിലേറെ പേരുകളാണ് ജില്ലാ നേതൃത്വം KPCCക്ക് നൽകിയത്. സ്ഥാനാർത്ഥികളുടെ പരിഗണനാ പട്ടികയിലുണ്ടായിരുന്ന VM സുധീരൻ നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയിൽ മത്സരിക്കാനില്ലെന്ന നിലപാടറിയിച്ചു. ഘടകകക്ഷികൾക്ക് അധിക സീറ്റുകൾ നൽകില്ലെന്ന നേതൃത്വത്തിന്റെ തീരുമാനം KPCC അധ്യക്ഷൻ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്ന സൂചന നൽകി തുഷാർ വെള്ളാപ്പള്ളി. ഇന്ന് ആലപ്പുഴയിൽ ചേർന്ന BDJS കൌൺസിലിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണം എന്ന ആവശ്യം വീണ്ടും ഉയർന്നു. SNDP ഭാരവാഹികൾ മത്സരിക്കരുത് എന്ന വെള്ളാപ്പള്ളി നടേശന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമായിരിക്കുമെന്നും തുഷാർ പറഞ്ഞു. താൻ മത്സരിക്കണോ എന്നത് ആലോചിച്ച് തീരുമാനിക്കും. ആലത്തൂർ, എറണാകുളം, ഇടുക്കി, വയനാട് മറ്റൊരു സീറ്റിലും പാർട്ടി മത്സരിക്കുമെന്നും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ 5-അംഗ സമിതി രൂപീകരിച്ചെന്നും തുഷാർ പറഞ്ഞു. PJ ജോസഫിന്റെ സ്വയം സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തെ തള്ളി ജോസ് കെ മാണി. ലഭിക്കുന്ന സീറ്റിൽ ആരും മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് മറുപടി. പിളർന്നാലും വേണ്ടില്ല, കോട്ടയം സീറ്റിൽ മാണിയുടെ നോമിനി തന്നെ. അസ്വസ്ഥരായി ജോസഫ് വിഭാഗവും. രണ്ടാം സീറ്റും സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നടത്തി പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ PJ ജോസഫിനോട് വിട്ടുവീഴ്ചയില്ലെന്ന നിലപാടിലാണ് ജോസ് കെ മാണി. തർക്കത്തിന് പരിഹാരമുണ്ടാക്കാൻ UDFനോട് 2 സീറ്റ് ചോദിച്ചെങ്കിലും ഒരു സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നാലും അത് PJ ജോസഫിന് നൽകില്ലെന്നാണ് പാർട്ടി വൈസ് ചെയർമാൻ നൽകുന്ന സൂചന. PJ ജോസഫ് മത്സരിക്കുമോ എന്ന ചോദ്യത്തോടായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. പാർട്ടി നേരത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിനു മുമ്പ് ഒരു പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഇല്ല. നമ്മൾ നേരത്തെ തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് അതിനുശേഷമാണ് കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ചർച്ച നടത്തിയിരിക്കുന്നത്. കോട്ടയം സീറ്റിൽ മാണി വിഭാഗത്തിന്റെ പ്രതിനിധിയാകും സ്ഥാനാർത്ഥി. ഉഭയകക്ഷി ചർച്ചയ്ക്ക് മുമ്പ് ഇനി മറ്റു കൂടിയാലോചനകളില്ല. സീറ്റ് സംബന്ധിച്ച കാര്യത്തിൽ UDF തീരുമാനം വന്ന ശേഷം സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കും. ഈ ഘട്ടത്തിലും PJ ജോസഫിന് ചർച്ചയിൽ മേൽക്കൈ ഉണ്ടാകില്ല. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ മാണി വിഭാഗത്തിനാണ് ഭൂരിപക്ഷം. പാർട്ടിയിലെ ഭിന്നതകളും സ്ഥാനാർത്ഥി മോഹവും പരസ്യമാക്കിയ ജോസഫിനോട് കടുത്ത നിലപാടെടുക്കണമെന്ന വികാരമാണ് മാണി ഗ്രൂപ്പിലുള്ളത്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. കർഷകരുടെ വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര മന്ത്രിസഭാ യോഗം നാളെ ചേരും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി വിഷയം ബുധനാഴ്ച ചർച്ച ചെയ്യും. ബാങ്കുകൾ കാർഷിക വായ്പയിന്മേൽ മനുഷ്യത്വപരമായി പെരുമാറണമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാർ ആവശ്യപ്പെട്ടു. വായ്പയിന്മേലുള്ള മറ്റു നടപടികളിലേക്ക് സഹകരണ ബാങ്കുകൾ നീങ്ങില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും വ്യക്തമാക്കി. കാർഷിക വായ്പയിന്മേൽ ജപ്തി നടപടികളടക്കം ബാങ്കുകൾ തുടരുന്ന സാഹചര്യത്തിലാണ് സർക്കാർ വിഷയത്തിൽ ശക്തമായി ഇടപെടുന്നത്. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം പ്രത്യേകമായി തന്നെ കാർഷിക വായ്പാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. കൂടാതെ ജപ്തി നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ബുധനാഴ്ച സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയും യോഗം ചേരും. മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ബാങ്കുകളെ സ്ഥിതിഗതികൾ അറിയിച്ച് നിലപാട് വ്യക്തമാക്കും. ഇതിൽ ആവശ്യമായ സഹായവും ആവശ്യപ്പെടും. ബാങ്കുകൾ കാർഷിക വായ്പയിന്മേൽ മനുഷ്യത്വപരമായി പെരുമാറണമെന്ന് കൃഷിമന്ത്രി VS സുനിൽകുമാറും ആവശ്യപ്പെട്ടു. ഇത്രയും വലിയ സമ്മർദ്ദം നേരിട്ടുകൊണ്ടിരിക്കുന്ന കൃഷിക്കാരുടെ മുകളിൽ വീണ്ടും സമ്മർദ്ദം ചെലുത്തിക്കഴിഞ്ഞാൽ സാധാരണപ്പെട്ട കർഷകർ ചിലപ്പോൾ ഇത്തരത്തിലുള്ള കടുങ്ക ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ബാങ്കുകൾ മനുഷ്യത്വപരമായി പെരുമാറണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. ബാങ്കുകളുടെ ഭാഗത്തു നിന്നും എല്ലാ സർഫാസി ആക്ട് അനുസരിച്ചുള്ള എല്ലാ നടപടികളും നിർത്തിവെക്കണം, ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ. കൃഷിക്കാരുടെ അവസ്ഥ കണക്കിലെടുത്ത് സഹകരണ ബാങ്കുകൾ വായ്പയിന്മേലുള്ള മറ്റു നടപടികളിലേക്ക് നീങ്ങില്ലെന്ന് സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വ്യക്തമാക്കി. ഏതായാലും കേരളത്തിന്റെ പ്രത്യേകമായിട്ടുള്ള പശ്ചാത്തലത്തിൽ കൃഷിക്കാരനെടുത്തിട്ടുള്ള കാർഷിക വായ്പകളുടെ മേൽ
കൂടുതൽ നടപടികളിലേക്ക് പോകേണ്ടതില്ല എന്ന് ഇന്നലെ തൃശ്ശൂരിൽ ചേർന്നതായിട്ടുള്ള ജില്ലാ ബാങ്ക് ജനറൽ മാനേജർമാരുടെയും അതുപോലെ തന്നെ ജോയിന്റ് രജിസ്ട്രാർമാരുടെയും സംയുക്ത മീറ്റിംഗ് തീരുമാനിച്ചിട്ടുണ്ട്. വായ്പാ കുടിശ്ശിക തിരിച്ചടയ്ക്കാൻ ശ്രമിക്കാതിരിക്കുന്ന രീതിയുണ്ട്, അത് ശരിയല്ല. കൃഷിക്കാരൻ്റെ വായ്പയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ നീങ്ങില്ല, അത് ഉറപ്പ്. മറ്റു ബാങ്കുകൾക്ക് നൽകുന്ന വായ്പാ ആനുകൂല്യങ്ങൾ സഹകരണ ബാങ്കുകൾക്കും നൽകണം. ഇക്കാര്യം ആവശ്യപ്പെട്ട് റിസർവ് ബാങ്കിനെയും നബാർഡിനെയും ഈ മാസം 12-ന് സന്ദർശിക്കാനും സർക്കാർ തീരുമാനിച്ചു. സഹകരണ മന്ത്രി, ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറി എന്നിവരടങ്ങുന്ന സംഘമാണ് സന്ദർശിക്കുക. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേരളത്തിൽ കർഷക ആത്മഹത്യ മടങ്ങിവരാനുള്ള സാധ്യതകളില്ലെന്ന് വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ. സർക്കാരിന്റെ സമീപനങ്ങൾ കർഷകർക്ക് ആശ്വാസം പകരുന്നതാണ്. റബ്ബർ, നാളികേരം, നെൽകൃഷിക്കാർക്ക് സർക്കാരിൽ നിന്ന് വില നൽകുന്നുണ്ടെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. കേരളത്തിൽ കർഷക ആത്മഹത്യ മടങ്ങിവരാനുള്ള ഒരു സാധ്യതയുമില്ല. ഇപ്പോൾ കഴിഞ്ഞ ക്യാബിനറ്റ് നെൽകൃഷിക്കാർക്ക് 1 കിലോ നെല്ലിൻ്റെ മേലെ 1 രൂപ വർദ്ധിപ്പിച്ചു. എല്ലാ കാർഷിക വായ്പകളുടെ മേലെയുള്ള കട നടപടികൾ, ജപ്തി നടപടികൾ എല്ലാം നിർത്തിവെച്ചു. അവർക്ക് ആവശ്യമുള്ളത്ര സഹായങ്ങൾ നൽകാനുള്ള പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. സഹകരണ മേഖലയിലും ഈ നിയമത്തിന് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സാധാരണഗതിയിൽ ഗവൺമെൻറ് എടുത്തിട്ടുള്ള നിലപാട് കൊണ്ട് വളരെ ആശ്വാസമാണ് കേരളത്തിലെ കൃഷിക്കാർക്കുള്ളത്. റബ്ബർ കൃഷിക്കാർ, നാളികേര കൃഷിക്കാർ, നെൽകൃഷിക്കാർ, ഈ പ്രധാന 3 കാർഷിക മേഖലയെയും സംരക്ഷിക്കാനുള്ള നല്ല നടപടി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുണ്ട്. സുപ്രധാന നിയമനങ്ങൾ പുറം ഏജൻസിക്ക് നൽകാൻ PSC നീക്കം എന്ന മലയാള മനോരമ വാർത്ത വസ്തുതാവിരുദ്ധമെന്ന് PSC. ഇങ്ങനെയൊരു നിർദ്ദേശം PSCക്ക് മുന്നിലില്ല, ചർച്ച ചെയ്തിട്ടുമില്ല. ഇപ്പോൾ PSC നടത്തുന്ന എല്ലാ പരീക്ഷകളും PSC തന്നെ നടത്തണം എന്നാണ് നിലപാട്. തെരഞ്ഞെടുപ്പ് മുൻനിർത്തി തൊഴിലന്വേഷകരിൽ ഭീതി പടർത്താനുള്ള ശ്രമമാണ് വാർത്തയെന്നും PSC വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. സർവകലാശാല, കമ്പനി, കോർപ്പറേഷൻ അസിസ്റ്റന്റ്, ലാസ്റ്റ് ഗ്രേഡ്, വകുപ്പ് തല, DPC എന്നീ സുപ്രധാന നിയമനങ്ങൾ PSCയിൽ നിന്നെടുത്ത് ബാഹ്യ ഏജൻസിക്ക് നൽകാൻ നീക്കം നടക്കുന്നതായാണ് മലയാള മനോരമ പത്രം ഇന്ന് വാർത്ത നൽകിയത്. ഇത് പൂർണ്ണമായും PSC നിഷേധിച്ചു. ചെയർമാനും 3 മുതിർന്ന അംഗങ്ങളും ഹൈദരാബാദിലായ സാഹചര്യത്തിലാണ് PSCയോട് അടുത്ത വൃത്തങ്ങൾ കാര്യങ്ങൾ വിശദീകരിച്ചത്. മലയാള മനോരമയിലെ വാർത്ത പൂർണ്ണമായും വസ്തുതാവിരുദ്ധമാണ്. ഇത്തരത്തിൽ ഒരു നിർദ്ദേശം PSCക്ക് മുന്നിലില്ല. ഇതുവരെ ഇത് സംബന്ധിച്ച ഒരു വിഷയവും PSC ചർച്ച ചെയ്തിട്ടുമില്ല. നിലവിൽ PSC നടത്തുന്ന എല്ലാ പരീക്ഷകളും PSC തന്നെ നടത്തണം എന്നത് തന്നെയാണ് തങ്ങളുടെ ഉറച്ച നിലപാടെന്നും PSC വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. സുപ്രധാന നിയമനങ്ങൾക്ക് പുറമെ പോലീസ്, എക്സൈസ് തുടങ്ങിയ യൂണിഫോം സേനകളുടെ കായികക്ഷമതാ പരീക്ഷയ്ക്ക് പുറം കരാർ നൽകാനുള്ള നീക്കവും PSCക്ക് മുന്നിലില്ലെന്ന് അവർ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് വ്യാജവാർത്തയെന്നാണ് PSC നിഗമനം. ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ ഇല്ലാതാക്കുക, തൊഴിലന്വേഷകരിൽ ഭീതി പടർത്തുക, അതിനുള്ള ശ്രമം മാത്രമാണിതെന്നും PSC വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്നും നാളെയും ഉഷ്ണതരംഗത്തിന് സാധ്യതയെന്ന് തിരുവനന്തപുരം കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. തൃശൂർ മുതൽ കണ്ണൂർ വരെയുള്ള മേഖലയിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സുരക്ഷാ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും ദുരന്ത നിവാരണ സമിതിയും അറിയിച്ചു. അവിസ്മരണീയ നൃത്ത സംഗീത രാവൊരുക്കി അഹല്യ കൈരളി മെഗാ ഇവന്റ്. പാലക്കാട് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലാണ് പ്രമുഖ താരങ്ങൾ അണിനിരന്ന നൃത്ത സംഗീത പരിപാടി അരങ്ങേറിയത്. മലപ്പുറം തിരൂർ PP അബ്ദുല്ലക്കുട്ടി സ്മാരക ഗ്രന്ഥാലയം മികച്ച യുവ പത്രപ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയ CM അബ്ദുറഹ്മാൻ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. നവോദയ മലേഷ്യ നൽകുന്ന പ്രത്യേക പുരസ്കാരം കൈരളി TVയിലെ ക്യാമറ പേഴ്സൺ ഷാജില ഏറ്റുവാങ്ങി. തിരൂരിൽ നടന്ന ചടങ്ങിൽ KB അബ്ദുൽ ഖാദർ MLA ആണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. പത്രമാധ്യമ രംഗത്തെ പുരസ്കാരത്തിന് മാതൃഭൂമിയിലെ നിലീന അത്തോളിയും, ദൃശ്യമാധ്യമ പുരസ്കാരം ഏഷ്യനെറ്റ് ന്യൂസിലെ ജോഷി കുര്യനും അർഹരായി. ചടങ്ങിൽ ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ PM മനോജ് CM അബ്ദുറഹ്മാൻ അനുസ്മരണ പ്രഭാഷണം നടത്തി.